പക്ഷെ യഥാർത്ഥത്തിൽ MLA-യും അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലുകളും അതിന് നേതൃത്വം കൊടുക്കുന്ന ഹോസ്പിറ്റലുകളും എത്ര രൂപയാണ് ഈ കാർഡുമായി വരുന്ന തൊഴിലാളികൾക്ക് എത്ര രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആനുകൂല്യം കിട്ടുന്നതെന്ന് വെളിപ്പെടുത്തിയാൽ നന്നാവും. തീർച്ചയായിട്ടും പെരിന്തൽമണ്ണ MLA കുറച്ചു കാലങ്ങളായിട്ട് ഒരു തട്ടിപ്പിന്റെ പരമ്പരയെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം, കഴിഞ്ഞ ദിവസം ടൗൺ ഹാളിൽ ഏറെ കൊട്ടിയാഘോഷിച്ചുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളികളെയും അതുപോലെ തന്നെ ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് നടപ്പിലാക്കാമെന്ന് പറഞ്ഞ് നൂറുകണക്കിന് ആളുകളെ അവിടെ കൊടുന്നിരുത്തി വലിയ ഉദ്ഘാടനങ്ങളും അതുപോലെ തന്നെ റീൽസുകളൊക്കെ വരുന്നത് നമ്മൾ കണ്ടു. പക്ഷെ യഥാർത്ഥത്തിൽ MLA-യും അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലുകളും അതിന് നേതൃത്വം കൊടുക്കുന്ന ഹോസ്പിറ്റലുകളും എത്ര രൂപയാണ് ഈ കാർഡുമായി വരുന്ന തൊഴിലാളികൾക്ക് എത്ര രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആനുകൂല്യം കിട്ടുന്നതെന്ന് വെളിപ്പെടുത്തിയാൽ നന്നാവും. അതല്ലെങ്കിൽ എത്ര ശതമാനം ഈ കാർഡുമായി വരുന്ന ആളിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന തൊഴിലാളികൾക്ക് എത്ര ശതമാനം ആനുകൂല്യം കിട്ടുമെന്ന് നമ്മുടെ ഹോസ്പിറ്റൽ കൂടി ഒന്ന് വെളിപ്പെടുത്തണം. ഇതെന്താ വെച്ചാൽ വെറും തട്ടിപ്പ് മാത്രം നടത്തിക്കൊണ്ട് പെരിന്തൽമണ്ണയിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി MLA നടത്തുന്ന ഒരു പരിപാടിയായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കുറെ ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയൊരു ആരോപണം കൂടി, ഒരു തട്ടിപ്പിന്റെ പുതിയ പരമ്പര കൂടി MLA-യുടെ നേതൃത്വത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ അടുത്ത ദിവസങ്ങൾ ഞങ്ങളത് പുറത്തുവിടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പെരിന്തൽമണ്ണ MLA തട്ടിപ്പുകളുടെ നേതാവായിട്ട് ആ തട്ടിപ്പുകളുടെ ഒരു പരമ്പര നടത്തി വരിക. കുറെ ഉദാഹരണങ്ങളുണ്ട്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമുക്കറിയാം ഇതിന്റെ മുന്നേ അദ്ദേഹം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഇന്ന് ഇവിടെ ട്രസ്റ്റിന്റെ EMS ഹോസ്പിറ്റലിന്റെയും അതുപോലെ തന്നെ EMS ആശുപത്രിയുടെയും നേതൃത്വത്തിലുള്ള ഒരു ഇൻഷുറൻസ് സ്കീം ഇവിടെ നടപ്പിലാക്കി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ പറയുന്നത് ഈ കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപകടമായി ഏത് തരത്തിലുള്ള അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നാലും 50,000 രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് നൽകുന്നു ഞങ്ങൾ ജനങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഇൻഷുറൻസിന്റെ ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ട്. അവർ പറയുകയാണ് ഈ കാർഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 50,000 രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് ഞങ്ങൾ നൽകുമെന്ന് ഞങ്ങൾ ജനങ്ങളോട് പറയണം. അതിനു പകരം MLA പെരിന്തൽമണ്ണയുടെ MLA ഈ കണക്കിന് നൂറുകണക്കിന് വരുന്ന ആളുകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു തട്ടിപ്പ്, ഇത് ഇത്രേ അദ്ദേഹം ചെയ്യേണ്ടുള്ളൂ. എത്ര രൂപ ഈ കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ആനുകൂല്യം കിട്ടും, അല്ലെങ്കിൽ എത്ര ശതമാനം ഹോസ്പിറ്റലിൽ കൊടുക്കുമെന്ന് MLA ഒന്ന് വെളിപ്പെടുത്തിയാൽ ജനങ്ങൾക്ക് കൂടി അത് ഉപകാരമാകുമെന്നാണ് ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. CITU എന്നുള്ളൊരു രീതിയിലല്ല അത് കണ്ടിട്ടുള്ളത്. എല്ലാ തൊഴിലാളികൾക്കും, ഇനിയിപ്പോൾ അടുത്ത ദിവസം ആശാവർക്കർമാർ, അംഗനവാടി, അങ്ങനെ എല്ലാ ആളുകൾക്കും, സാധാരണപ്പെട്ട എല്ലാ ആളുകൾക്കും ഇതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങളുടെ ഒരു ഇതെന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകും. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു ആനുകൂല്യം നമ്മളെ നാട്ടിലെ സാധാരണക്കാർക്ക് കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.